ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രേവതി ഷോറൂമിൽ ചെന്ന് പേപ്പറൊക്കെ ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ബില്ലൊക്കെ അടച്ചതിൻ്റെ പേപ്പറൊക്കെ അവർ തിരിച്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കാർ ഇന്ന് കൊണ്ടുപോകാമെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. അന്നേരം പറയും എപ്പം വേണേലും കൊണ്ടുപോകാമെന്ന് പറയും. പേപ്പറൊക്കെ ശരിയായാൽ മാത്രം മതി എന്ന് പറയും. എന്നാൽ പേപ്പർ ശരിയായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് രേവതി പറയുന്നത്. പിന്നീട് ഇവർ ആ കാറൊക്കെ ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോഴത്തേന് രേവതി പറയും എനിക്ക് ഈ കാറ് സച്ചേട്ടൻ ഓടിച്ചൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയും. എന്നാലും പേപ്പർ ശരിയായിട്ട് കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറയും. എന്നാൽ പിന്നെ സച്ചി ഇപ്പം തന്നെ വിളിച്ചങ്ങ് കാർ കൊടുത്തുകൂടെ എന്നൊക്കെ മഹേഷും കൂട്ടുകാരനും ചോദിക്കുന്നുണ്ട്. വേണ്ട സച്ചിയേട്ടൻ ഇപ്പം അറിയണ്ട, സർപ്രൈസായിട്ട് കൊടുക്കാനല്ലേ, അതുകൊണ്ട് പേപ്പറെല്ലാം ശരിയായിട്ട് നമുക്ക് കൊടുക്കാം. അതിനു മുമ്പ് അദ്ദേഹം ഈ കാർ ഓടിക്കുന്ന എനിക്കൊന്ന് കാണണം എന്ന് പറയും. അതിനെന്താ ഞാൻ വിളിക്കാമെന്ന് പറയും. എന്നാൽ വേറെ ആർക്കാണ്ടും വേണ്ടിയാന്ന് പറഞ്ഞുള്ള പരുത്തി സച്ചിയേട്ടനെ വിളിച്ച് ഇതൊന്ന് ഓടിപ്പിക്കണമെന്നൊക്കെ രേവതി പറയുന്നുണ്ട് മഹേഷിനോട്. മഹേഷ് പറയും പെങ്ങൾ പറഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ഒന്നും തിരിച്ച് പറയുകയില്ല, പെങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്തു തരണ്ടേ എന്നൊക്കെ ചോദിച്ച് അവരത് സമ്മതിക്കുന്നുണ്ട്. സച്ചിയെ വിളിക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഓട്ടോ ഒക്കെ ഓടിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണെന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് സുധി വീട്ടിലേക്ക് ഓടി വരുന്നതാണ്. എന്നിട്ട് അച്ഛനെയും അമ്മയൊക്കെ വിളിച്ചു വരുത്തും. അതുപോലെ തന്നെ സച്ചിയെയും രേവതിയും വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വന്ന് ഹാളിൽ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. ഒരു കാര്യം പറയാനുണ്ട്, ഒരു വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവരെ എല്ലാവരെയും വിളിച്ചിരുത്തുന്നത്. വർഷം ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലേ, ഇനി അവർ വരുമ്പോൾ പറയാമെന്നൊക്കെ പറയും. ഉടനെ ആകാംക്ഷയോടുകൂടി എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്ന്. ഉടനെ ശ്രുതി പറയും അത് പിന്നെ ശ്രുതി ഇപ്പം അവളുടെ ബ്യൂട്ടി പാർലർ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു, അത് കാരണം ഇപ്പോൾ ഒരുപാട് ബിസിനസ്സൊക്കെ കിട്ടുമെന്ന്. ഉടനെ അതെന്താണെന്ന് ചന്ദ്രമതിക്ക് മനസ്സിലാകുന്നില്ല. ഉടനെ പറയും അത് വേറൊരു വലിയ ബ്രാൻഡുമായിട്ട് ലയിപ്പിച്ചു എന്ന് പറയും. അന്നേരത്തിന് ഉടനെ സച്ചിക്കും രവീന്ദ്രനും ചിരി വരുന്നുണ്ട്. അവർ രണ്ടുപേരെയും പരസ്പരമൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ ഫ്രാഞ്ചൈസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പേര് മാറ്റണ്ടേ കടയുടെ എന്ന്. അത് മാറ്റണമെന്ന് ഉടനെ സച്ചി പറയുന്നുണ്ട്. ഉടനെ ശ്രുതി പറയും അതേ പേര് മാറ്റി എന്ന് പറയും. പേര് മാറ്റിയോ എന്ന് ചോദിക്കും. അത് സഹിക്കാൻ പറ്റത്തില്ല ചന്ദ്രമതിക്ക്. അന്നേരം ആ സമയത്ത് തന്നെ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ശ്രുതി വന്ന് വാതുക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേന് ചന്ദ്രമതി ഒരു വല്ലാത്ത നോട്ടമാണ് നോക്കുന്നത്. ദേഷ്യം കാരണം വയ്യ. എന്നിട്ട് ഒന്നും മിണ്ടാതെ അങ്ങിരിക്കുകയാണ്. ശ്രുതി പേടിച്ചകത്ത് കയറി വരും. എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇതൊന്നും പറയാഞ്ഞെന്ന്. അത് പിന്നെ ആൻറ്റി ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പിന്നെ ആൻറ്റിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണെന്ന് പറയും. അന്നേരം പേര് മാറ്റി ഇപ്പം അവരുടെ ഗ്രീൻ ബ്രാൻഡ് എന്നുള്ള പേരാക്കി എന്നൊക്കെ പറയും. എന്നാലും നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും, ഒരുപാട് കാശ് കിട്ടും എന്നൊക്കെ ശ്രുതി ഇരുന്ന് പറയുന്നുണ്ട്. അന്നേരം സച്ചി പറയുന്നുണ്ട് കിട്ടും ഒരുപാട് കാശ് കിട്ടുമെന്ന്. അവർക്കറിയാമല്ലോ കട വിറ്റ കാര്യം. അതൊന്നും വേറെ ആരോടും പറഞ്ഞിട്ടുമില്ല. ശ്രുതി പക്ഷേ ഒരുപാടങ്ങ് മോഹിക്കുകയാണ് ഒരുപാട് കാശ് കിട്ടുമെന്നൊക്കെ. ചന്ദ്രമതിക്ക് പക്ഷേ പേര് മാറ്റിയത് കേട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഒന്നും മിണ്ടുന്നുമില്ല. അന്നേരം സച്ചി ചോദിക്കും അപ്പോൾ ഇനിയിപ്പം അമ്മയുടെ പേര് ഇവിടുത്തെ പൂക്കടയ്ക്ക് മാത്രമല്ലേ ഉള്ളല്ലേ എന്ന്. ഉടനെ തന്നെ രേവതി പറയും അതെ ഇനി അത് പിന്നെ എന്നാണല്ലോ എപ്പോഴും അവിടെ കാണും, അത് മാറ്റാനൊന്നും പോകുന്നില്ലെന്ന്. അതും കൂടെ കേൾക്കുമ്പോഴത്തേന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതിക്ക്. അന്നേരം ശ്രുതി ഉടനെ പറയും അതെ ആൻറ്റി ഞാൻ ഇനിയും കുറേ ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട്, അതിനെല്ലാം ആൻറ്റിയുടെ പേരിടാം, ഇപ്പം തൽക്കാലം ഇതിങ്ങനെ പോട്ടെ എന്നൊക്കെയുള്ള പരുവത്തിൽ സംസാരിക്കും. ഉടനെ തന്നെ സച്ചി പറയാം ശരി അതിങ്ങനെയൊക്കെ പോട്ടെ. ചന്ദ്രമതി ഉടനെ പറയുന്നുണ്ട് അത് എന്തായാലും ശ്രുതിമോളെ നീ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലൊന്നും കാണാതെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് സാരമില്ല, എൻ്റെ പേരിലല്ലല്ലോ കാര്യം, നമുക്ക് കാശ് കിട്ടുന്നതിലല്ലേ കാര്യം എന്നൊക്കെ പറയും. അന്നത്തേനുടനെ ശ്രുതി അങ്ങ് സന്തോഷിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നുള്ളതിൽ. അന്നേരം ശ്രുതിക്കും അങ്ങ് സന്തോഷം അമ്മയ്ക്ക് കാര്യം മനസ്സിലായെന്നുള്ള ഓർത്ത്. അപ്പോൾ ഇവർക്കെല്ലാം അങ്ങ് അത്ഭുതമാകുന്നുണ്ട് എന്ത് പറ്റി ചന്ദ്രമതി ഒന്നും മിണ്ടാതിരിക്കുന്നെന്ന്. പിന്നെ എന്തായാലും മോള് ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, നിനക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടുമല്ലോ അത് മതി നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും മോള് പോയി പെട്ടെന്ന് ഫ്രഷായിട്ട് വാ എന്നൊക്കെ പറയും. ഉടനെ ശ്രുതി പറയും എന്നാൽ ശരി അമ്മ ഞാൻ പോയിട്ട് ഫ്രഷായിട്ട് വരാമെന്ന് പറയും. ഉടനെ തന്നെ ചന്ദ്രമതി എഴുന്നേറ്റ് അങ്ങ് പോകുന്നുണ്ട്. ശ്രുതി പറയുന്ന കള്ളങ്ങളൊക്കെ കേട്ടിട്ട് രവീന്ദ്രന് ചിരി വന്നിട്ട് കുനിഞ്ഞിരിക്കുകയാണ്. അന്നേരം സച്ചി പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും എന്തുകൊണ്ടാണ് ഒന്നും പറയാത്തെന്ന് ഇവർ പറയുന്നുണ്ട്. രേവതിയും പറയും എന്നാലും ഞാൻ ഓർത്തു അമ്മ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും പേര് മാറ്റിയതിൻ്റെ പേരിലെന്ന്. ഞാനും ഓർത്തു എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഉടനെ രേവതി അകത്തേറ്റ് അങ്ങ് പോകും. അപ്പോൾ സച്ചി വന്ന് പറയുന്നുണ്ട് കണ്ടോ പണക്കാരിയായ മരുമകളെ രക്ഷിച്ചെടുത്തത് അമ്മായിയമ്മ, അമ്മയുടെ സ്വഭാവം ഇത് തന്നെയാണ്, എന്നാലും അച്ഛാ ഇത്
ഇത് നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ഇത് ഈ ലെവലല്ലായിരുന്നു, വേറൊരു ലെവലിലേക്ക് പോയേനെന്ന് പറയും. എന്നാലും മേളിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, പ്രശ്നമൊന്നും ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേന് മേളിൽ ചന്ദ്രമതി കാണാനായിട്ട് ശ്രുതി മുറിയിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട്. ശ്രുതിയെ കണ്ടതും ചന്ദ്രമതി ചാടി എണീക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ആ കഥ അങ്ങ് അടച്ചേക്കാൻ പറയും. എന്നിട്ട് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് എന്നോട് ഈ പേര് മാറ്റിയ കാര്യം പറയാഞ്ഞെന്ന് പറയും. അത് ഞാൻ ആൻറ്റിയോട് പറയാനായിട്ട് വിചാരിച്ചിരുന്ന ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചായിരുന്നു പറയും. സർപ്രൈസ്? ഇങ്ങനെയാണോ സർപ്രൈസ് തരുന്നത്? നീ എൻ്റെ സച്ചിയുടെയും രേവതിയുടെയും മുമ്പിൽ നാണം കെടുത്തിയില്ലേ? നീ ഓരോ അഹങ്കാരങ്ങൾ കാണിച്ച് വെച്ചിട്ട് ഇപ്പം എന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തി. എനിക്കാണ് എല്ലാവരുടെയും മുമ്പിൽ ഭയങ്കര ഗമയായിരുന്നു. ചന്ദ്രമതി ബ്യൂട്ടി പാർലർ എന്നുള്ള പേര് വലുതായിട്ട് അവിടെ തൂങ്ങിക്കിടപ്പുണ്ടെന്നുള്ള പരുവത്തിലല്ലേ ഞാൻ എല്ലാവരോടും പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാം നീ നശിപ്പിച്ചില്ലേ? നീ വലിയ പണക്കാരിയാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊന്നും കാണിക്കാൻ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? കടയുടെ പേരൊന്നും മാറ്റി എന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അതുകൂടെ കേൾക്കുമ്പോഴത്തേന് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി. നീ എന്നോട് തർക്കുത്തരം പറയാറായോടി? നീ ഒരു കാര്യം ഓർത്തണം, ഞാൻ നിന്നെ കാണുന്ന സമയത്ത് നീ പല വീടുകളിൽ നടന്ന് മസാജ് ചെയ്തുകൊണ്ടിരുന്നവളാണ്. നിനക്ക് ഞാനാണ് ഒരു ബ്യൂട്ടി പാർലർ ഇട്ട് തന്നത്. ആ ഒരു ഓർമ്മ നിനക്ക് വേണമെന്ന് പറയും. അതിനെന്താ, ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ കാശ് മേടിച്ചങ്ങ് തന്നില്ലെന്ന് ചോദിക്കും. കാശ് തന്നതിലാണോടി ഞാൻ എൻ്റെ ശ്രുതിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം നിന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ്, അല്ലാതെ ഞാൻ ഒരു കാര്യവും തിരക്കിയിട്ടില്ല. നിൻ്റെ അച്ഛൻ അങ്ങ് മലേഷ്യയിലാണെന്നും ഒരുപാട് സ്വത്തുണ്ടെന്നും ഒക്കെ പറഞ്ഞല്ലേ നീ ഇവിടെ കയറി വന്നത്. എന്നിട്ട് ഇതുവരെ നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയോ? 5 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ ഈ വീട്ടിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയും, എൻ്റെ അച്ഛൻ്റെ സ്വത്തിനെ കുറിച്ചൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും. ആൻറ്റിക്ക് ഞാൻ ഇഷ്ടംപോലെ പൈസ കൊണ്ട് തരുന്നില്ല എന്നൊക്കെ ചോദിക്കും. എന്നാലും ആ ഇതിൻ്റെ പേര് മാറ്റിയ കാര്യം നീ എന്നോട് പറയാതിരുന്നത് വലിയ തെറ്റ് തന്നെയാണ്. ഞാനതിന് നിന്നോട് ക്ഷമിക്കത്തേ ഇല്ലെന്നൊക്കെ പറഞ്ഞ് പിടിച്ചു തള്ളുന്നൊക്കെ ഉണ്ട് ശ്രുതിയെ. അപ്പോൾ ശ്രുതി അങ്ങ് ആകെ വരണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് പറയും, ആൻറ്റി ഞാൻ ചെയ്തത് തെറ്റാ, കാര്യമൊക്കെ ശരിയാ എന്നൊക്കെ പറയും. എന്നായാലും എന്നോട് നീ വലിയ വിളച്ചിലൊന്നും എടുക്കാൻ വരരുത്. നീ വലിയ കാശുകാരിയാണെങ്കിൽ അത് നിൻ്റെ കയ്യിരുന്നോട്ടെ. നീ ഇപ്പോൾ എൻ്റെ വീട്ടിലെ മരുമോള് മാത്രമാണ് എന്ന് പറയും. നീ എന്നെ ഭരിക്കാനൊന്നും ഇങ്ങോട്ട് ഇറങ്ങിയേക്കരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശരിക്കും സോറിയൊക്കെ പറയുന്നുണ്ട് ശ്രുതി. എന്നിട്ട് പറയും, ഇനി ഇങ്ങനെ മേലിൽ ആവർത്തിച്ചേക്കരുത്. ഇനി എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇപ്പോഴും പറഞ്ഞേക്കണം, അല്ലാതെ ഓരോന്നോരോന്നായിട്ട് എൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ലെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശരിക്കും സങ്കടമാകുന്നുണ്ട് ശ്രുതിക്ക്. എന്നിട്ട് ശ്രുതി പതുക്കെ ഇറങ്ങി മുറിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നുണ്ട്. വെളിയിലേക്ക് പോകുമ്പോഴത്തേന് ശ്രുതി മനസ്സിലോർക്കുന്നുണ്ട്, ദൈവമേ, ഇത്ര നിസ്സാര കാര്യം അറിഞ്ഞപ്പം തന്നെ എന്തൊരു പ്രശ്നങ്ങളാണ് ഈ വീട്ടിൽ നടക്കുന്നത്. അങ്ങനെ ആകുമ്പം ഉള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്ന് ഓർക്കുമ്പോഴത്തേന് ശ്രുതിക്ക് അങ്ങ് സങ്കടവും പേടിയൊക്കെ വരുന്നുണ്ട്. ചന്ദ്രമതിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യാതിരിക്കുകയാണ് മുറിയിൽ. ശ്രുതിയാണെങ്കിൽ പേടിച്ചാണ് പുറത്തേക്ക് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് സച്ചി ഇരുന്ന് ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിയിരിക്കുക. ആ സമയത്ത് രേവതി വന്ന് നോക്കുന്നുണ്ട്. എന്താ മഹേഷേട്ടൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിക്കാഞ്ഞത് എന്നോർത്തിരിക്കുന്നതിന് മഹേഷ് വിളിക്കുന്നുണ്ട് സച്ചിയെ. എന്ന് പറഞ്ഞ്, എടാ നീ ഇവിടെ വരെ ആ യൂസ്ഡ് കാർ ഷോറൂമില്ലേ, അവിടെ ഒന്ന് വരണം. എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാനൊരു വണ്ടി കണ്ടു വെച്ചിട്ടുണ്ട്, നീ അതൊന്ന് ഓടിച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. അന്നേരം പറയും, എടാ നീ അങ്ങ് ഓടിച്ചാൽ പോരെന്ന് ചോദിക്കും. അതല്ല, നീ ഓടിച്ചാലേ ശരിയാകത്തുള്ളൂ, നീ ഒന്ന് വാ എന്നൊക്കെ പറയും. പിന്നെ നിൻ്റെ ഏത് ഫ്രണ്ടിൻ്റെ കാര്യമാണെന്ന് ചോദിക്കും. അത് ഒന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മഹേഷിന് അങ്ങ് പെട്ടെന്ന് പേരൊന്നും കൈ കിട്ടിയില്ല. ഉടനെ പറയാം, അത് പിന്നെ സുഗുണൻ എന്നാന്ന് പറയും. സുഗുണനോ? അങ്ങനെ ഒരു ഫ്രണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, നിനക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. എന്നെ പറയും, അതേ ഉണ്ടടാ, അതേ അവന് ഗൾഫിലായിരുന്നു, ഇപ്പം അത് കഴിഞ്ഞ് ഈ നാട്ടിലേക്ക് വന്നതേ ഉള്ളൂ, അത് കാരണമാണ് നിനക്ക് അറിയത്തില്ലാത്തതെന്നൊക്കെ പറയും. അന്നേരം രേവതി ഓർക്കുന്നുണ്ട്, പറയാൻ പറ്റിയ പേര് വേറെ ഒരു പേരും മനസ്സിൽ വന്നില്ലേ എന്നൊക്കെ ചോദിക്കും. എന്തായാലും നീ ഒന്ന് വന്ന് ടെസ്റ്റ് നോക്കാൻ പറയും. അന്നേരത്തേന് ഉടനെ സമ്മതിക്കുന്നുണ്ട് സച്ചി ഉടനെ വന്ന് രേവതിയോട് പറയും, എന്നാൽ ഞാൻ പുറത്ത് പോയി കാറൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാമെന്നൊക്കെ പറയും. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് രേവതി സന്തോഷിച്ച് നിൽക്കുകയാണ്. അന്നേരം സച്ചി മഹേഷിനെയും കൂട്ടി ആ കാറ് കാണാനായിട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് കാറൊക്കെ കണ്ടു കഴിയുമ്പോൾ പറയും, എടാ ഈ കാറ് ഞാൻ നോക്കി വെച്ചിരുന്നതല്ലേ, കാശില്ലാഞ്ഞ കാരണം മാത്രം അത് മേടിക്കാതിരുന്നെന്നൊക്കെ പറയും. എന്നിട്ട് രേവതി ഭാഗത്ത് നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് സച്ചി ആ കാറൊക്കെ എടുത്ത് നോക്കുന്നതൊക്കെ. അന്നേരത്തേന് മഹേഷ് പറയും, എന്തൊക്കെ ആയാലും നിനക്ക് ഇഷ്ടപ്പെട്ട കാർ അവസാനം നിൻ്റെ കയ്യിൽ തന്നെ വന്നല്ലോ എന്ന്. അതെങ്ങനെയാണെന്ന് ചോദിക്കും. അതല്ല, ടെസ്റ്റ് ചെയ്യാനായിട്ട് നിൻ്റെ കൈ കിട്ടിയല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും. അതും കേട്ടുകൊണ്ട് നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.